Hello everyone, welcome to my classes. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ UGC NET പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC NET എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. So first question is, identify the correct sequence of the following modes of communication. A. Written, B. Face-to-face, C. Print, D. Broadcasting and E. Data casting. സോ നമുക്കിവിടെ കുറച്ച് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇതിനെ എറേസ് ചെയ്ത് വന്നിട്ടില്ല, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല, ആ ഒരു ഓർഡറിൽ ആ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം എറേസ് ചെയ്ത് വന്നിട്ടുണ്ടാവുക? നമുക്കറിയാം ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്തായാലും ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അല്ലേ. പണ്ട് മുതലേ ആദ്യ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതിനുശേഷം പിന്നെ ഏതായിരിക്കും വന്നിട്ടുണ്ടാവുക? റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ബി വരും, പിന്നെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എ വരും. സോ നമ്മുടെ ഓപ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ബി എ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. അതെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. അതായത് ആദ്യം വന്നത് എന്താണ്? ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വന്നു, അതിനുശേഷം പ്രിന്റ് വന്നു, പിന്നീട് വന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, പിന്നീട് വന്നത് ഡാറ്റ കാസ്റ്റിംഗ് ആണ്. എന്താ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡാറ്റ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ദി ട്രാൻസ്മിഷൻ ഓഫ് പ്രോഗ്രാംസ് ഓർ ഇൻഫർമേഷൻ ബൈ റേഡിയോ, ടെലിവിഷൻ. നമ്മൾ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളില്ലേ, അതിലൂടെ പ്രോഗ്രാംസ് ടെലികാസ്റ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ എന്താ ഡാറ്റ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഡാറ്റ ബ്രോഡ്കാസ്റ്റിംഗ്, അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഡാറ്റ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഓവർ എ വൈഡ് ഏരിയ യൂസിങ് റേഡിയോ വേവ്സ്. Data casting can also be applied to digital data signals carried on analog TV or radio broadcast. Data casting often provides a variety of information such as news, weather forecasting, traffic reporting, stock market updates, and other data that may or may not relate to other broadcast programs. ഓക്കെ, ഇതാണ് ഡാറ്റ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓർഡർ നമുക്ക് കിട്ടി BACDE, അതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നോക്കാം. സോ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺവേയിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ, ഗ്രൂപ്പ് ഓർ പ്ലേസ് ടു അനദർ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്കോ ഡാറ്റ അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, കൺവേ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് വി ഷെയർസ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് മെസ്സേജസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പല ഐഡിയകളും തോട്ടും എല്ലാം എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. അറ്റ് ഇറ്റ്സ് കോർ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് 3 key elements. മെയിൻ ആയിട്ട് 3 elements ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്: ദ സെൻഡർ, ദ മെസ്സേജ് ആൻഡ് ദ റിസീവർ. The modes of communication refers to the different mediums or methods used to transmit the message. എന്താ ഈ modes of communication എന്ന് പറയുന്നത്? modes എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന different mediums അല്ലെങ്കിൽ methods എന്നാണ്, which is used to transmit the message. മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന different mediums or methodsനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? modes of communication എന്ന് പറയുന്നത്. ഓക്കെ, ഇനി there are different types of communication. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിൽ തന്നെ different types of communication വരുന്നുണ്ട്. verbal communication, verbal എന്ന് പറയുമ്പോൾ അതിൽ oral and written communication വരുന്നുണ്ട്. non verbal കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ബോഡി ലാംഗ്വേജ്, പാരാലിംഗ്വിസ്റ്റിക്, ഐ കോണ്ടാക്ട്, പ്രോക്സിമിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഇമെയിൽ, റിപ്പോർട്ട്, ലെറ്റേഴ്സ് അങ്ങനെയുള്ളത്. പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇൻഫോഗ്രാഫിക്സ്, വീഡിയോസ്, ഗ്രാഫ്സ് എക്സെട്ര. പിന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ, പോഡ്കാസ്റ്റ്, മ്യൂസിക്, അനൗൺസ്മെന്റ്സ് എക്സെട്ര. ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, പ്രസ് റിലീസസ്, ക്ലയന്റ് ഇമെയിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റ് എക്സെട്ര. ഓക്കെ, ഇത് കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വേറെ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാ? ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഓൺ ദ ബേസ് ഓഫ് ചാനൽ, ഫോമൽ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി ഓൺ ദ ബേസ് ഓഫ് ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഒരു ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് ഓർ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ ഓർ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി മീഡിയത്തിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വരും. അതുപോലെ ഫോമിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരും. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയയും കൂടി നിങ്ങളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി എമർജൻസ് ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ്സ്. നമുക്ക് താഴെ കുറച്ച് കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എമർജൻസിന്റെ ബേസിൽ ഒന്ന് ഓർഡർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് വെർച്വൽ കമ്മ്യൂണിറ്റീസ്, ബി സൈബർ കൾച്ചർ, സി ബീങ് ഡിജിറ്റൽ, ഡി ടെലികമ്പ്യൂട്ടർ ആൻഡ് ഇ ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചർ. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യണം വേണ്ടത്, അത് എറേസ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഓർഡറിൽ, എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യാണ് വേണ്ടത്, അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലെ കുറച്ച് ടേംസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം എന്താണ് വെർച്വൽ കമ്മ്യൂണിറ്റീസ് നോക്കാം. എന്താ വെർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? വെർച്വൽ കമ്മ്യൂണിറ്റീസ് ആർ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്ക്സ് വെർ ഇൻഡിവിജ്വൽസ് ഇന്ററാക്ട്, ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ഫോം റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻട്രസ്റ്റ് ഓർ ഗോൾസ്, ഓഫൺ ട്രാൻസെൻഡിങ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. വെർച്വൽ കമ്മ്യൂണിറ്റി നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അറിയാവുന്ന ഒരു ടേമാണ് അല്ലേ, അതാണ് വെർച്വൽ കമ്മ്യൂണിറ്റി. അതായത് സോഷ്യൽ നെറ്റ്വർക്ക്സിലൊക്കെ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നതാണ്. ആ വെർച്വൽ കമ്മ്യൂണിറ്റീസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. ഇനി അടുത്താണ് സൈബർ കൾച്ചർ. അപ്പോൾ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അത് കുറേ കാലത്തെ പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ കുറേ കാലം നമ്മൾ കണ്ടിന്യൂസ്ലി അത് ഫോളോ ചെയ്യുന്നതിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സൈബർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ യുണീക് സെറ്റ് ഓഫ് ഹാബിറ്റ്സ്, വാല്യൂസ് ആൻഡ് അതർ എലമെന്റ്സ് ഓഫ് കൾച്ചർ നൺ ദാറ്റ് ഹാവ് ഇവോൾവ് ഫ്രം ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റിന്റെയും സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആളുകളിൽ ഉണ്ടാവുന്ന ആ ഒരു യൂണിക് സെറ്റ് ഓഫ് ഹാബിറ്റ്സ് ആൻഡ് വാല്യൂസിനെയാണ് നമ്മൾ സൈബർ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടെലികമ്പ്യൂട്ടർ എന്നുള്ളൊരു ടേമാണ്. എന്താ ടെലികമ്പ്യൂട്ടർ? എ ഡിവൈസ് ദാറ്റ് കമ്പൈൻസ് ദ കേപ്പബിലിറ്റീസ് ഓഫ് എ കമ്പ്യൂട്ടർ വിത്ത് ദോസ് ഓഫ് എ ടെലിവിഷൻ ആൻഡ് എ ടെലിഫോൺ, പെർട്ടിക്കുലർലി ഫോർ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ. ഇതിനെയാണ് നമ്മൾ ടെലികമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ അതുപോലെ തന്നെ ടെലിവിഷൻ ആൻഡ് ടെലിഫോൺ ഇതിന്റെ എല്ലാത്തിനും കേപ്പബിലിറ്റീസ് അടങ്ങുന്ന കമ്പൈൻ ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ ടെലികമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ഒരു ടേമാണ് ഇന്ററാക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. എന്താ ഇന്ററാക്റ്റീവ് മീഡിയ? It's a form of digital media that allows users to interact with the content in a way that it is not possible with traditional forms of media. Unlike television or radio, interactive media provides a two-way flow of information, enabling the user to influence and be influenced by the content. അതായത് പണ്ട് നമ്മുടെ ട്രഡീഷണൽ മീഡിയാസിന് ആയ റേഡിയോ, ടെലിവിഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്കത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ അല്ലേ. ഇങ്ങോട്ട് പറയാൻ നമ്മൾ കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് തിരിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പറ്റുമായിരുന്നില്ല, ടു വേ കമ്മ്യൂണിക്കേഷൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ഇന്ററാക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, യൂസേഴ്സിനും എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പുതിയ മോഡേൺ ആയിട്ടുള്ള എല്ലാ ഡിജിറ്റൽ മീഡിയാസിനെയാണ് അവർ ഇതിൽ പറയുന്നത് ഇന്ററാക്റ്റീവ് മീഡിയ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്റ്റീവ് മീഡിയ റെഫേഴ്സ് ടു വേരിയസ് ഫോംസ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ് that allow users to actively engage and interact with the content such as websites, social media platforms and messaging application etc. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ററാക്റ്റീവ് മീഡിയയ്ക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടേംസ് ആണ് ഇപ്പോൾ നോക്കിയത്. വെർച്വൽ കമ്മ്യൂണിറ്റി എന്താണ്, സൈബർ കൾച്ചർ, ടെലികമ്പ്യൂട്ടർ, ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചർ, ബീങ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സീക്വൻസ് ആയിട്ട് അതിൻ്റെ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്? ആദ്യം വന്നിട്ടുള്ളവ എന്തായിരിക്കും? ആദ്യം വന്നതെന്ന് പറയുന്നത് ടെലികമ്പ്യൂട്ടർ ആയിരിക്കും അല്ലേ. ആദ്യം വന്നത് ടെലികമ്പ്യൂട്ടർ ആണ്. ടെലികമ്പ്യൂട്ടർ വന്നു, അതിനുശേഷം എന്ത് വന്നു, വെർച്വൽ കമ്മ്യൂണിറ്റീസ് വന്നു. ടെലികമ്പ്യൂട്ടറിൽ വെർച്വൽ കമ്മ്യൂണിറ്റീസ് വന്നു. പിന്നീട് എന്തായി, അങ്ങനെ വെർച്വൽ കമ്മ്യൂണിറ്റീസിലൊക്കെ എൻഗേജ് ആയിട്ട് ആളുകൾ എന്തായി, ബീങ് ഡിജിറ്റൽ ആയി. അതിനുശേഷം എന്തായി, ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചർ. അങ്ങനെയാണ് അത് കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചർ ഫോം ചെയ്തു. അതിനുശേഷം എന്തുണ്ടായി, സൈബർ കൾച്ചർ എന്ന് പറയുന്നത് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ഫോളോയിങ് ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് താഴെ കുറച്ച് ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ഓഡിയോ കാസറ്റ്സ് ആണ്, ബി ലോങ് പ്ലേയിങ് റെക്കോർഡ്, സി മാഗ്നറ്റിക് ടേപ്പ്, ഡി കമ്പ്യൂട്ടർ ഡിസ്ക് ആൻഡ് ഇ MP3. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഈ ഫസ്റ്റ് പിക്ചറിൽ തന്നിട്ടുള്ളതാണ് നമ്മുടെ കാസറ്റ്സ് എന്ന് പറയുന്നത്, ഓഡിയോ കാസറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് പിക്ചറിൽ തന്നിട്ടുള്ളത് പ്ലേയിങ് റെക്കോർഡ്സ് ആണ്, പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന റെക്കോർഡ്സ് ആണത്. തേർഡ് പിക്ചറിൽ തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ടേപ്പ് ആണ്. ഇതിലെ ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഡിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത് MP3 ആണ്. ഓക്കെ,
അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആദ്യം വന്നിട്ടുണ്ടായിരിക്കുക? ആദ്യം വന്നിട്ടുണ്ടായിരിക്കുക മാഗ്നറ്റിക് ടേപ്പ് ആയിരിക്കും അല്ലേ? ആദ്യം മാഗ്നറ്റിക് ടേപ്പ് വന്നു, പിന്നീട് എന്ത് വന്നു? ലോങ് പ്ലേയിങ് റെക്കോർഡ്സ് വന്നു, പിന്നീട് കാസറ്റ്സ് വന്നു, പിന്നീട് കമ്പ്യൂട്ടർ ഡിസ്ക് വന്നു, പിന്നെ MP3 വന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഫോർ ഡംപിങ് ഡൗൺ ദ ന്യൂസ് മീഡിയ? ഓപ്ഷൻ എ വെബ് ഓഫ് ബ്രോഡ്കാസ്റ്റ്, ബി കൊമേഴ്സ്യൽ ബ്രൗഷേഴ്സ്, സി മാഗസീൻസ് ആൻഡ് ഡി ടെലിവിഷൻ. ഏതായിരിക്കും ഡംപിങ് ഡൗൺ എന്ന വേർഡിനോട് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ചെയ്യുന്നത് ഏതായിരിക്കും? മാച്ച് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ടെലിവിഷൻ ആയിരിക്കും അല്ലേ? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ടെലിവിഷൻ. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരുവിധം ടി വിയിലെ ന്യൂസ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ആയിരിക്കില്ല പറയുന്നുണ്ടായിരിക്കില്ലേ. ചില സിനിമകളുടെ പ്രൊമോഷൻ അടക്കം അവർ വലിയൊരു ന്യൂസ് എന്നുള്ള രീതിയിൽ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡംപിങ് ഡൗൺ എന്ന വേർഡിനോട് ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ട് നിൽക്കുന്നത് ഇത് തന്നെയാണ്, ടെലിവിഷൻ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ TV ആൻഡ് സിനിമ? ടിവിയും സിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഐ മൂവ്മെന്റ്, ബി സൗണ്ട് റീവെർബറേഷൻ, സി ബാൻഡ്വിഡ്ത്ത് ആൻഡ് ഡി വൈറ്റാലിറ്റി ഡിഫറൻഷ്യൽ. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈറ്റാലിറ്റി ഡിഫറൻഷ്യൽ. എന്താ ഈ വൈറ്റാലിറ്റി ഡിഫറൻഷ്യൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ദ ഡിഫറൻസ് ഇൻ എനർജി, enthusiasm or vitality between two or more individuals or groups or situation. ഓക്കെ, നമ്മളിപ്പോൾ സാധാ ടി വി ഇരുന്ന് കാണുന്നതും അതുപോലെ തന്നെ എന്നൊരു സിനിമ ഇരുന്ന് കാണുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ വൈറ്റാലിറ്റി ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സിറ്റുവേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനിലെ എനർജി അല്ലെങ്കിൽ enthusiasm തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ഈ വൈറ്റാലിറ്റി ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് ആണ്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.